നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോർഗൻ ഹൗസലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ശരിക്കും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സാമ്പത്തികമായി വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അതെന്തായിരിക്കും? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. കാരണം അതിന് വലിയ കണക്കുകളോ സ്പ്രെഡ്ഷീറ്റുകളോ ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. സംഭവം അതിലും സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ആഴത്തിലുള്ളൊരു കാര്യമാണ്. സാധാരണ നമ്മൾ എന്താ വിചാരിക്കാറ്? നല്ല ബുദ്ധിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ സാമ്പത്തികമായി വിജയിക്കാം, അല്ലേ? അതൊരു സിമ്പിൾ ഫോർമുലയാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ റിയാലിറ്റി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില ശക്തികൾ കൂടി ഈ കളിക്കളത്തിലുണ്ട്. അപ്പോ എന്താണ് ഈ കാണാൻ പറ്റാത്ത ശക്തികൾ? അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗ്യവും പിന്നെ അതിന്റെ കൂടെ പിറപ്പായ റിസ്ക്കും. ഇവ രണ്ടും എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോബൽ സമ്മാനം കിട്ടിയ റോബർട്ട് ഷില്ലറിനോട് ഒരാൾ ചോദിച്ചു, ഇൻവെസ്റ്റിംഗിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യം എന്താണെന്ന്. അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: വിജയത്തിൽ ഭാഗ്യത്തിന്റെ പങ്ക് എത്രത്തോളമുണ്ട് എന്ന്. കാരണം ലക്ക് അഥവാ ഭാഗ്യത്തിന് വലിയൊരു റോളുണ്ട്. പക്ഷെ നമുക്കത് അറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് മറന്നുകളയും. ബിൽ ഗേറ്റ്സിന്റെ കാര്യം തന്നെ എടുക്കാം. ഗേറ്റ്സ് ഭയങ്കര സ്മാർട്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഭാഗ്യമുണ്ട്. 1968 ലോകത്ത് വിരലിലെണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 10 ലക്ഷത്തിലൊരു ചാൻസ്. അത്രയും റെയറായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഹൈസ്കൂൾ കുട്ടിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കിട്ടുക എന്നത്. അത് ശരിക്കും അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ഹെഡ് സ്റ്റാർട്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാഗ്യത്തിനൊരു കൂടെ പിറപ്പുണ്ടെന്ന്. റിസ്ക്. ബിൽ ഗേറ്റ്സിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു കെന്റ് ഇവാൻസ്. ഗേറ്റ്സിനെ പോലെ തന്നെ മിടുക്കൻ, കമ്പ്യൂട്ടറിൽ അതേ പാഷൻ. അവര് രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു കമ്പനി തുടങ്ങാൻ പ്ലാനൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷേ ഗ്രാജുവേഷൻ കഴിയുന്നതിനു മുൻപ് ഒരു മലകയറ്റത്തിനിടെയുണ്ടായ അപകടത്തിൽ ഇവാൻസ് മരിച്ചു. അങ്ങനെയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യത എത്രയാണെന്നറിയുമോ? അതും ഏകദേശം 10 ലക്ഷത്തിൽ 1 തന്നെ. കണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരേ അളവിലുള്ള ഒരു ശക്തി, പക്ഷെ ഒന്ന് ഭാഗ്യമായി, മറ്റേത് റിസ്ക്കായി. ഒരാള് ലോകത്തിന്റെ നെറുകിലെത്തിച്ചു, മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കി. ഇതാണ് ഭാഗ്യത്തിന്റെയും റിസ്കിന്റെയും യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ വിജയിച്ച ആളുകളെ മാത്രം നോക്കി പഠിക്കരുതെന്ന് പറയുന്നത്. അപ്പോ ഭാഗ്യവും റിസ്ക്കും നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമുണ്ട്: നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. മതി എന്നെപ്പോ പറയണമെന്നറിയുക. പക്ഷെ പല കോടീശ്വരന്മാർ പോലും പരാജയപ്പെടുന്നത് ഈയൊരു കാര്യത്തിലാണ്. പ്രശസ്ത എഴുത്തുകാരൻ ജോസഫ് ഹെല്ലറുടെ ഒരു കഥയുണ്ട്. ഒരു പാർട്ടിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന ആ കോടീശ്വരൻ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നുണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പണമുണ്ടാക്കിയെന്ന്. അപ്പോ ഹെല്ലർ പറഞ്ഞു, അതെയോ, പക്ഷെ എനിക്കുള്ള ഒന്ന് അയാൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. എന്താണെന്നറിയോ? മതി എന്നൊരു തോന്നല്. ഈ മതി എന്ന തോന്നലില്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രജത് ഗുപ്തയുടെ കഥ. ചെറുപ്പത്തിലെ അനാഥനായി, എന്നിട്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിംഗ് കമ്പനിയായ മക്കിൻസിയുടെ സിഇഒ വരെയായി അദ്ദേഹം. 2008 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആസ്തി $100 മില്യൺ ആയിരുന്നു. അതായത് ഏകദേശം 800 കോടി രൂപ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അടുത്ത എത്രയോ തലമുറകൾക്കും ജീവിക്കാൻ വേണ്ടതിലും എത്രയോ അധികം പണം. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് അദ്ദേഹം അതെല്ലാം വെച്ചൊരു ചൂതു കളിക്കുന്നെന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇനിയും വേണമായിരുന്നു. ഒരു ബില്യനെയർ ആകണമായിരുന്നു. ആ ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി. അവസാനം ജയിലിലായി. ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും എല്ലാം പോയി. ഇത് രജത് ഗുപ്തയുടെ മാത്രം കഥയല്ല. ബേണി മെഡോഫിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോൺസി സ്കീം നടത്തിയാള്. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്: ആ തട്ടിപ്പ് തുടങ്ങുന്നതിനു മുൻപേ തന്നെ അദ്ദേഹത്തിന് വളരെ വിജയകരമായ നിയമപരമായൊരു ബിസിനസ് ഉണ്ടായിരുന്നു. വർഷം 25 മുതൽ $50 മില്യൺ വരെ ലാഭമുണ്ടാക്കിയിരുന്നൊരു ബിസിനസ്. അപ്പൊ വീണ്ടും അതേ ചോദ്യം. ആവശ്യത്തിലധികം പണം, പ്രശസ്തി, അധികാരം എല്ലാം കയ്യിലുണ്ട്.
പിന്നെന്തിനാണ് ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്? ഇതിനെക്കുറിച്ച് വാരൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും ശരി. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒന്നിന് റിസ്ക് ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ശരിയല്ലേ? നമ്മുടെ സമാധാനം, സ്വാതന്ത്ര്യം, പ്രശസ്തി ഇതിനൊക്കെ പകരമാവില്ലല്ലോ ഒരു പണവും. ഈ കഥകളൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. സാമ്പത്തിക കാര്യങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ്. അതെന്താണെന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഗോൾ പോസ്റ്റിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ വരുമാനം കൂടുന്നതിനനുസരിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കുക. ഇത്ര മതി, ഞാൻ സന്തോഷവാനാണ് എന്ന് സ്വയം പറയാൻ കഴിയുക. അതാണ് ഏറ്റവും വലിയ സ്കിൽ. അപ്പോ ഈ കഴിവ് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം? കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ ഗോൾ പോസ്റ്റ് അനങ്ങുന്നത് നിർത്തുക. എപ്പോഴും കൂടുതൽ വേണമെന്ന ചിന്ത മാറ്റുക. രണ്ടാമത്, സോഷ്യൽ കമ്പാരിസൺ, അതായത് മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ സ്വാതന്ത്ര്യം, സൽപ്പേര്, കുടുംബം, സന്തോഷം ഇതൊന്നും റിസ്ക് ചെയ്യാൻ മാത്രം വിലപ്പെട്ട ഒരു സാമ്പത്തിക നേട്ടവും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു പക്ഷേ പണം ഉണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ രഹസ്യം കൂടുതൽ സമ്പാദിക്കുന്നതിലായിരിക്കില്ല, മറിച്ച് നഷ്ടങ്ങൾ പറ്റി കളിയിൽ നിന്ന് പുറത്താകാതെ പിടിച്ചു നിൽക്കുന്നതിലും എപ്പോഴാണ് മതിയെന്ന് തീരുമാനിക്കാനുള്ള കഴിവിലുമായിരിക്കും. ഈ പണത്തിന്റെ കളിയെ അതിന്റെ നിയമങ്ങൾ വെച്ച് കളിക്കുന്നതിനു പകരം നമ്മുടെ സ്വന്തം നിയമങ്ങൾ വെച്ച് കളിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ശരിക്കും വിജയിക്കുന്നത്.